ഈ സുപ്രീം കോടതിയുടെ ഇടക്കാല ജാമ്യത്തിലെ നിർദ്ദേശപ്രകാരം ജൂൺ 2-ന് കെജ്രിവാൾ തിരിച്ചു പോകണം. പക്ഷേ കെജ്രിവാൾ പറയുന്നു ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്താൽ അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വരില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷയാണ്. ആം ആദ്മി പാർട്ടിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുന്നു, അതിലൂടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നു, വന്നപാടെ കേജ്രിവാളിൻ്റെ കേസുകൾ പിൻവലിക്കുന്നു, അപ്പോൾ കേജ്രിവാൾ ജയിൽ മോചിതനാകുന്നു. അത് ആലങ്കാരികമായിട്ട് അദ്ദേഹം ഞാൻ ജയിലിൽ പോകേണ്ടി വരില്ല എന്ന് പറഞ്ഞു. വസ്തുതാപരമായിട്ട് അത് തെറ്റാണ്. കാരണം 2-ാം തീയതിയാണ് കേജ്രിവാൾ സറണ്ടർ ചെയ്യാൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. 4-ാം തീയതിയാണ് വോട്ടെണ്ണൽ. വോട്ടെണ്ണി ഇനി ഈശ്വരാധീനമല്ല പിശാചാധീനം കൊണ്ട് ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിൽ വന്നെന്ന് വയ്ക്കുക. അവർ വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യത്തെ ക്യാബിനറ്റ് കൂടി ഇ ഡിക്ക് നിർദ്ദേശം കൊടുത്ത് കേസ് പിൻവലിക്കാനായിട്ട് ആപ്ലിക്കേഷൻ മൂവിയാണ്. കേസ് പിൻവലിക്കുക അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. കോടതി സമ്മതിക്കണം. മാത്രമല്ല ഈ കേജ്രിവാളിൻ്റെ ഇ ഡി കേസിൻ്റെ ബേസ് എന്താ? പ്രിഡിക്റ്റീവ് ഒഫൻസ് CBIയുടെ കേസാണ്. CBIയുടെ FIRൻ്റെ പുറത്താണ് ഇ ഡി കേസെടുത്തതും ECIR ഫയൽ ചെയ്തത്. CBI ഇതുവരെ അനങ്ങിയിട്ടില്ല. അവരുടെ അന്വേഷണം സ്റ്റിൽ പെൻഡിങ് ആണ്. ഇപ്പോൾ CBIയുടെ FIR ക്വാഷ് ചെയ്യണം. ഇപ്പോൾ CBI കോടതിയിൽ CBI പോയിട്ട് ഇതിൽ കഴമ്പില്ലെന്നും ഇത് പിൻവലിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെടണം. അത് കോടതി പരിശോധിച്ച് അനുവദിക്കണം. അത് അനുവദിച്ചു കഴിഞ്ഞാൽ CBIയുടെ FIR ആയ ഞങ്ങളുടെ പ്രിഡിക്റ്റീവ് ഒഫൻസ് ഇല്ലാതെ പോയെന്നും അതുകൊണ്ട് ഞങ്ങളുടെ കേസ് ഞങ്ങൾ പിൻവലിക്കുകയാണെന്നും ഇ ഡി കോടതിയെ അറിയിക്കണം. അത് കോടതിക്ക് ബോധ്യം വന്നിട്ട് കോടതി അംഗീകരിച്ചാൽ മാത്രമേ കേജ്രിവാളിൻ്റെ കേസ് ഇല്ലാതെയാവും. കുറച്ച് പണിയുണ്ടല്ലേ? ഒരുപാട് പണിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേജ്രിവാൾ വിചാരിക്കുന്ന പോലെ ചൂലിന് വോട്ട് ചെയ്താൽ ജാഡു കാ ബട്ടൺ ദബാവോ മുझे ജയിൽ नहीं जाना पड़ेगा എന്ന് പറയുന്ന ഇക്വേഷൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ ആൾക്കാർ ജയിച്ചാൽ പോലും അത് എളുപ്പമുള്ള കാര്യമല്ല. ശരി. ഈ പിന്നെ റിട്ടറിക്ക് എന്നുള്ള നിലയ്ക്ക് ഒരു രാഷ്ട്രീയക്കാരന് എന്തും പറയാം. സ്ട്രിക്ട്ലി സ്പീക്കിംഗ് അത് കോർട്ടിലക്ഷ്യം വരെ ആകാം. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ പറയുന്നത് ഞാൻ ജയിലിലേക്ക് പോവില്ല എന്ന് പറഞ്ഞു ബെയിൽ കണ്ടീഷൻ്റെ വയലേഷൻ പോലെ. അത് ഈ കോടതിയിൽ ഇപ്പോൾ ഒരു കണ്ടംപ്റ്റ് പെറ്റീഷൻ ആരെങ്കിലും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കോടതി ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ രാഷ്ട്രീയ പ്രസംഗമാണ്, ഇതിലൊന്നും കാര്യമായിട്ട് എടുക്കേണ്ട സംഗതിയല്ല. രാഷ്ട്രീയ പ്രസംഗത്തിൽ ഒരു പോളമിക്സ് എന്നുള്ള നിലയിൽ രാഷ്ട്രീയക്കാരൻ പറയുന്നു ജയിലിൽ പോകേണ്ടി വരില്ല എന്നൊക്കെ പറയുന്നു. അതൊന്നും ബെയിൽ കണ്ടീഷൻ്റെ ലംഘനമായിട്ടൊന്നും കണക്കിലെടുക്കാൻ പറ്റില്ല. അതേസമയം ഈ ഡൽഹി എക്സൈസ് പോളിസിയിൽ എൻ്റെ കൈകൾ ശുദ്ധമാണ്, ഞാൻ നിരപരാധിയാണ്, അത് കോടതി സമ്മതിക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് എനിക്ക് കിട്ടിയ ജാമ്യം എന്നൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. കാരണം ഈ കേസിനെ പറ്റി ഒരക്ഷരം മിണ്ടരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ മിണ്ടിയിട്ടില്ല പുള്ളി. ഇതുവരെ മിണ്ടിയിട്ടില്ല, മിണ്ടുകയുമില്ല. നല്ല അനുസരണയുള്ള അല്ലെ. ഇതിൻ്റെ രസം നോക്കുന്നത് വാസ്തവത്തിൽ ബെയിൽ അപ്ലൈ ചെയ്യാതെയാണല്ലോ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത്. അത് കേജ്രിവാളിൻ്റെ വിജയമാകുന്നത് എങ്ങനെയാണ്? നിങ്ങളൊരു സാധനം വേണ്ടാന്ന് പറഞ്ഞു, കോടതി ബലം പ്രയോഗിച്ച് നിങ്ങളുടെ തലയിൽ അത് വെച്ചു, അത് നിങ്ങളുടെ വിജയമാകുന്നത് എങ്ങനെയാണ്? വാസ്തവത്തിൽ കേജ്രിവാളിൻ്റെയും കൂട്ടരുടെയും കാൽക്കുലേഷൻ എന്തായിരുന്നു? ജയിലിൽ കിടക്കുന്ന കേജ്രിവാൾ പുറത്തുള്ള കേജ്രിവാളിനേക്കാൾ പവർഫുള്ളാണ്. സുനീത കേജ്രിവാൾ നാട് നീളം നടന്നിട്ട് എൻ്റെ ഭർത്താവിനെ എന്നൊക്കെ പറഞ്ഞ് കണ്ടില്ല. ഒരു 4 ദിവസം അവർ ഷൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എവിടെ സുനിത? കേജ്രിവാൾ പുറത്തിറങ്ങിയ പാടെ ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിച്ച പോലെയാണ്. അവരെ കാണാനില്ല. അല്ലെങ്കിൽ അവരും എവിടെയെങ്കിലും ഉണ്ടാവണ്ടേ? ഒന്നുകിൽ വേദിയിലുണ്ടാവണം, അല്ലെങ്കിൽ സദസ്സിലുണ്ടാവണം. ഒന്നുമില്ലെങ്കിൽ ഭർത്താവിന് ഉച്ചയ്ക്ക് തിന്നാനുള്ള ചപ്പാത്തിയുമായിട്ട് ഒരു ചോറ്റുപാത്രവുമായിട്ട് കൂടെ ഉണ്ടാവണം. ഇല്ല, അവരുടെ റോള് കഴിഞ്ഞു. ഇതാണ്. അപ്പോൾ അകത്ത് കിടക്കുന്ന കേജ്രിവാളിൻ്റെ സെൻറ്റിമെൻറ്റ്സ് കാണിച്ച് പുറത്ത് വോട്ട് നേടാം എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വെടിക്ക് 2 പക്ഷി, എനിക്ക് ജാമ്യവും വേണ്ട, അതേസമയം ഭാര്യയുടെ കണ്ണീര് വെച്ച് ഞാൻ വോട്ട് വാങ്ങുകയും ചെയ്യും. ഇതായിരുന്നു പ്ലാൻ. ഈ പ്ലാനാണ് സുപ്രീം കോടതി തകർത്ത് കളഞ്ഞത്. സുപ്രീം കോടതി ഇത് മനഃപൂർവ്വം ചെയ്തൊന്നുമല്ല കേട്ടോ. അവരുടെ എന്തായിരുന്നു കൺസിഡറേഷൻ എന്ന് അവർ 8 പേജ് വരുന്ന ജഡ്ജ്മെൻറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പേരിലൊരു കലാപം വേണ്ട. ഇനി ഇങ്ങേര് ക്യാമ്പയിൻ നടത്തി സുപ്രീം കോടതി കാരണമാണ്, അല്ലെങ്കിൽ ഞാൻ ക്യാമ്പയിൻ നടത്തി ജയിച്ചു കളഞ്ഞാൽ
ഇന്ത്യ ഭരിക്കാനുള്ളതാണ്, ഈ സുപ്രീം കോടതി എല്ലാം നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പിടിച്ചോ ജാമ്യം? അല്ല വേണ്ട, എനിക്ക് ഇരിക്കട്ടെ ജാമ്യം നിനക്ക്. ഇല്ല ഞാൻ ജാമ്യം ചോദിച്ചില്ലെങ്കിൽ ഞങ്ങൾ തരും. നിനക്കോ മര്യാദയില്ല, പക്ഷെ ഞങ്ങൾക്കത് ഉണ്ടല്ലോ, പിടിയടാ ജാമ്യം, ഇറങ്ങടാ പുറത്ത്. അപ്പോൾ ലോവർ കോർട്ടിലൊന്നും പോകണ്ട, അതൊന്നും ശരിയാവില്ല. അങ്ങനെ തന്നെയാണ് ഇത്. ഇറ്റ് വിൽ നോട്ട് ബി പ്രോപ്പർ ഫോർ അസ് ടു സെൻഡ് ദിസ് മാൻ to the lower court to submit an application and then they are going into the minutes and then releasing him. അതൊന്നും ശരിയാവില്ല. ഇതിവിടെ വെച്ച് തന്നെ തീർക്കണം. പിടി ജാമ്യം. ഇങ്ങനെ കൊടുത്ത ജാമ്യം പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇയാളെ ആഘോഷിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ജാമ്യത്തിലൊന്നും വരാൻ തീരുമാനിച്ചില്ല, സുപ്രീം കോടതി തള്ളി എന്നെ പുറത്താക്കി എന്ന് വേണ്ടേ ഇയാൾ പറയാൻ. ഇയാൾ നേരെ തിരിച്ച് വീണിടം വിദ്യയാക്കിയിട്ട് ഈ സർക്കസുകാരനുണ്ടല്ലോ, വളരെ സൂക്ഷിച്ച് ഒരുപാട് സർക്കസ് കാണിക്കും. ഇതിനിടയ്ക്ക് കാല് തെറ്റി വീഴുന്നതിനിടയ്ക്ക് വീണു എന്ന് പുള്ളിക്ക് മനസ്സിലാവുമല്ലോ. ഇന്തത്തൈ എന്ന് പറഞ്ഞിട്ട് താഴെ ഒന്ന് വീഴും. നടുവാണ് ഒടിഞ്ഞിരിക്കുന്നത് കക്ഷിയുടെ. പക്ഷേ ഈ ഒച്ച കൊണ്ട് ആൾക്കാർ ഇത് വേറൊരു സർക്കസാണ്. ഇങ്ങനെയാണ് കേജ്രിവാളിന് ജാമ്യം വേണ്ട എന്ന് പറഞ്ഞിട്ട് ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതൊരു സർക്കസായിട്ട് മാറ്റിയിട്ട് നടക്കുകയാണ്. കോടതി ഒരു തരത്തിൽ ഡിഫ്യൂസ് ചെയ്തു അല്ലേ? എനിക്ക് ആ ഒരു സംശയമുണ്ട്. കോടതി ഇത് ഒന്ന് ഈ എല്ലാവരുടെയും ആരോപണമുണ്ടല്ലോ, വലിയ തെരഞ്ഞെടുപ്പ് ഡെമോക്രസിയുടെ ഡാൻസ്, അതിൽ കോടതി സഹകരിക്കുന്നില്ല. അതിലെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിനെ പിടിച്ച് കോടതി അകത്തിട്ടിരിക്കുന്നു. അങ്ങനെ ഒരു പരാതി, അതും ഇൻ്റർനാഷണൽ പരാതി. ജർമ്മനിക്ക് പരാതി, അമേരിക്കയ്ക്ക് പരാതി, നാട്ടിലെ എല്ലാവർക്കും പരാതി. എന്നാൽ പിടിച്ചോ. അപ്പോഴാണ് ഇവന് കാര്യം മനസ്സിലായത്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുഴപ്പമാണ്, അകത്താണ് സേഫ്. കാരണം സിമ്പതി വോട്ടെങ്കിലും കിട്ടും. പുറത്തിറങ്ങി കഴിഞ്ഞ് ഇവൻ പറയുന്ന മണ്ടത്തരം കൊണ്ട് ഉള്ള വോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും സേഫ് ഇവനകത്ത് കിടക്കുന്നതാണ്. നല്ല ശാപ്പാട്, ഇത്രയും മാംഗോ ജ്യൂസ് 25 എണ്ണം, വാട്ടർ ബോട്ടിൽ 4 എണ്ണം. ഞാൻ അതിൻ്റെ മെനു കോടതിയിൽ കൊടുത്തല്ലോ. കേജ്രിവാളിനെ പട്ടിണി കിട്ട് കൊല്ലാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ED മെനു കൊടുത്തു. ജയിലിങ്ങർക്ക് കൊടുക്കുന്ന ശാപ്പാട് എല്ലാ ദിവസവും 4 പുഴുങ്ങിയ മുട്ട, 4 പഴം, ബനാന എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ ഈ പൊള്ളാച്ചി സൈസ് വലിയ ഏത്തപ്പഴമൊന്നും ഡൽഹിയിൽ കിട്ടും. ഈ മഞ്ഞ കളറുള്ള നമ്മുടെ റോബസ്റ്റ പോലത്തെ ഒരു പഴമാണ് ഡൽഹിയിൽ പോപ്പുലർ. ആ പഴമാണെന്ന് വിചാരിക്കാം. 4 ബനാന, ഈ 4 പുഴുങ്ങിയ മുട്ടയും 4 ബനാനയും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന ഏക മനുഷ്യൻ ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടുള്ളത് കേജ്രിവാളാണ്. പിന്നെ നമ്മുടെ പഴയ കിങ് കോങ്ങോ ദാരാസിങ്ങോ എല്ലാം കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയാമോ? പഴയ സിനിമയിൽ അവൻ ഗുസ്തിക്കാരായിരുന്നു. ഇയാളും തരക്കേടില്ലാത്ത ഗുസ്തിക്കാരനാണ്. എപ്പോഴും മലനിലച്ച് വീഴുന്നേ ഉള്ളൂ. TG, നമ്മുടെ ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, അതായത് സുനിലും TGയും കൂട്ടി നിങ്ങൾ തള്ളി മറിച്ചല്ലോ, കേജ്രിവാൾ പുറത്തിറങ്ങത്തില്ല, ഇറങ്ങിയ അപ്പം CBI പൂട്ടും അല്ലെ NIA പൂട്ടും, ഇപ്പോൾ എന്തായി എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അല്ല, അതിപ്പം ന്യായമായൊരു ചോദ്യമല്ലേ? നമ്മളൊരു ഗിവൺ ഇൻപുട്ട് വെച്ചിട്ട് നമ്മൾ നിഗമനങ്ങളാണ് പറയുന്നത്. നമ്മൾ രണ്ടുപേരും ജ്യോത്സ്യന്മാരല്ല. ഇനി ജ്യോത്സ്യന്മാരല്ലെങ്കിൽ ഇപ്പം ജ്യോത്സ്യന്മാരുടെയും നിഗമനമാണ്. ചില നക്ഷത്രങ്ങൾ ഗ്രഹനിലയൊക്കെ വെച്ചിട്ട് പോസിബിലിറ്റീസാണ് അവർ പറയുന്നത്. എന്നിട്ട് ഫൈനലി അവർ പറയും പിന്നെ ദൈവാധീനം പോലെയൊക്കെ വരും എന്ന് പറയും. ഇതാണ് അവസാന വാക്ക് ജ്യോത്സ്യൻ്റെ. നമ്മൾ ദൈവാധീനമൊന്നും ഉപയോഗിക്കാറില്ല. ലോജിക്ക് വെച്ചിട്ട് ഗിവൺ സിറ്റുവേഷനിൽ ദിസ് കനോട്ട് ഹാപ്പൻ ആൻഡ് ഈവൻ ദിസ് കുഡ് ഹാപ്പൻ. ഇപ്പോഴും CBIക്ക് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ തടസ്സമില്ല. NIAക്ക് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ തടസ്സമില്ല. അവർ ചെയ്യുന്നില്ല, അത് വേറൊരു കാര്യം. കാരണം അവർക്കും അവരുടെ ടൈമിംഗ് ഉണ്ട്. ഇത് പൊളിറ്റിക്കൽ ടൈമിംഗ് ആണോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ആണത്. ഞാനെപ്പോഴും പറയാറില്ലേ, പൊളിറ്റീഷ്യനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്തൊരു പൊളിറ്റിക്കൽ എലമെൻ്റുണ്ട്. ഇപ്പോൾ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണം എന്ന് ED തീരുമാനിക്കുന്നു. ആ ദിവസം ഏത് ദിവസം വിളിക്കണം എന്ന് അവർ നോക്കും. കാരണം വലിയ കോലാഹലം കേരളത്തിലുണ്ടാകാൻ പോകുന്നൊരു സംഭവമാണ്. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും? IBയോട് അവർ ചോദിക്കും എത്ര ആൾ കൂടും, തിരുവനന്തപുരത്ത് വെച്ച് ചെയ്യണോ, എറണാകുളത്ത് വേണോ, കോഴിക്കോട് വേണോ, ഇതെല്ലാം ഒരു ഫാക്ടറാണ്. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനല്ലേ ആണ്. കാരണം ഇവർ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന ആളല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന ആൾ പൊളിറ്റീഷ്യനാകുമ്പോൾ അതിൻ്റെ പൊളിറ്റിക്കൽ ഫോൾ ഔട്ട് അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ. ഇപ്പോൾ ഇന്നിപ്പോൾ CBI കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു വെച്ചോ, അപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പിന് ഫലം എന്താകും? ജനങ്ങൾ വല്ലാതെ വയലൻ്റ് ആകുമോ? നിയന്ത്രണത്തിൽ നിർത്താൻ പറ്റുമോ? ഇതെല്ലാം ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ അറസ്റ്റ്. ശരി, എന്നാൽ ഡൽഹി തെരഞ്ഞെടുപ്പ് ഇവിടെ കഴിഞ്ഞിട്ടാവാം. അതല്ലെങ്കിൽ 2-ാം തീയതി ആൾ സറണ്ടർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. 2-ാം തീയതി ചിലപ്പോൾ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കും ഹാജരാക്കുന്നത്. മുട്ടയപ്പനിയാണ്, ജയിലിൽ പോകാൻ വയ്യ,
വീട്ടിൽ തന്നെ കിടപ്പിലാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മൂവ് ചെയ്യാം. അത് മൂവ് ചെയ്ത് പിന്നെ അത് സുപ്രീം കോടതിയിലിട്ട് അലക്കി വെളുപ്പിച്ചൊക്കെ എടുക്കണ്ടേ. അപ്പം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടും എന്നോ അല്ലെങ്കിൽ റിലീസ് ചെയ്യപ്പെടുമെന്നോ പറയുന്നത് നമ്മളുടെ കാൽക്കുലേഷനാണ്. അണ്ടർ ദ ഗിവൺ സിറ്റുവേഷൻ എവറി ഡേ ചേഞ്ച് ആവും. അതുകൊണ്ട് ആർക്കും ഒന്നും കൃത്യമായിട്ട് പറയാൻ സാധ്യമല്ല. ഇതിലും വലിയ വിമർശനം ഉണ്ടായത് വീണ അറസ്റ്റിലാകും എന്ന് ഞാൻ പറഞ്ഞത്. അറസ്റ്റിലായില്ല. അറസ്റ്റിലാവാത്തതിൻ്റെ കാരണവും പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു. വാട്ട് ഹാപ്പൻ വിത്ത് ED. നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് വെച്ചല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു നിഗമനം, ഒരു കാൽക്കുലേഷൻ ആണ് അവതരിപ്പിക്കുന്നത് ബേസ്ഡ് ഓൺ അവർ ഫീഡ്ബാക്ക്. ദ ടൈംസ് ഹാവ് ചേഞ്ച്. സമയം പിന്നെയും മാറി, സാഹചര്യങ്ങൾ മാറി. അപ്പോൾ അത് സംഭവിച്ചില്ല. അല്ല, TG പറഞ്ഞ ഒരു കാര്യം വളരെ ലോജിക്കലായിട്ട് എനിക്ക് തോന്നി. കാരണം കെജ്രിവാൾ ജയിലിലാണെങ്കിൽ പിന്നെയും പറയുന്നൊരു നാറേറ്റീവ് ഉണ്ട്, ജയിലിന് പുറത്തായിരുന്നെങ്കിൽ ഈ ഫലം ഇങ്ങനെ ആവുമായിരുന്നില്ല. ഇപ്പോൾ പുറത്ത് വന്നല്ലോ, എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അസസ് ചെയ്യാനുള്ള അവസരം കിട്ടി. ഞാനിപ്പോഴും എനിക്ക് സംശയം, ഈ ഒരു കേസിൽ പരാജയപ്പെട്ട ആൾ ആദ്യമായിട്ടാണ് ആഘോഷിക്കുന്നത് ഞാൻ കണ്ടത്. ബെയിൽ വേണ്ട, എനിക്ക് അറസ്റ്റ് ഇല്ലീഗലായിട്ട് കിട്ടണമെന്നാണ് കേജ്രിവാളിൻ്റെ വാദം. ആ വാദം കോടതി അംഗീകരിച്ചില്ല. അറസ്റ്റിൻ്റെ കാര്യം പിന്നീട് തീരുമാനിക്കും, താൻ ബെയിൽ പിടിക്ക്. കേജ്രിവാൾ പറയുന്നത് എനിക്ക് ബെയിൽ വേണ്ടെന്ന്. പറ്റില്ല, ഞങ്ങൾ തരും. ഇത് കേജ്രിവാളിൻ്റെ പരാജയമല്ലേ? അതെ. പക്ഷേ ഇത് നമ്മുടെ മാധ്യമങ്ങളൊന്നും പറയുന്നില്ല. നമ്മുടെ മലയാള മാധ്യമങ്ങളിലെ ആങ്കർമാർ തുള്ളിച്ചാടുകയാണ്. രീതി കണ്ടായിരുന്നോ? ഞാൻ കണ്ടിരുന്നു. അത് പക്ഷേ ഇന്നലത്തെ കൊണ്ട് ഏകദേശം അവസാനിച്ചു. ഇന്നലെ കേജ്രിവാളിനെ ചർച്ചയിൽ നിന്ന് മാറ്റി. ഇന്നലെ പിന്നെ ഇപ്പോഴും വാർത്തയിൽ വരുന്നുണ്ട്. ഇന്നലെ സന്ദീപ് വാര്യരോട് നമ്മുടെ അബ്ജോദ് ചാടിക്കടിക്കുന്നുണ്ടായിരുന്നു. ജയിൽ മോചിതനായില്ലേ, അത് ജനാധിപത്യത്തിൻ്റെ വിജയമല്ലേ എന്നൊക്കെ പറഞ്ഞു. അല്ല, ഒരു ബെയിൽ ജനാധിപത്യത്തിൻ്റെ വിജയമാണെന്നൊക്കെ ആരെങ്കിലും തർക്കിച്ചാൽ അവരോട് സഹതപിക്കുകയല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനിത് തുടക്കം മുതൽ കാണുന്നതാണ്. ഞാനിത് പറഞ്ഞ് വല്ലാത്ത കയ്പുണ്ടാക്കിയവനുമാണ്. ഈ ആറന്മുള എയർപോർട്ടിൻ്റെ യുദ്ധം നടക്കുന്നു. അപ്പോൾ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അത് സ്റ്റേ കൊടുത്തു കഴിഞ്ഞപ്പോൾ വലിയ ആഘോഷം. കുമ്മനത്തെ എടുത്ത് പൊക്കി. ആ പൊക്കം പോരാഞ്ഞിട്ട് വലിയൊരു കമ്പോ മറ്റൊക്കെ ഇട്ടിട്ട് ആകാശത്തോളം കുമ്മനത്തെ പൊക്കിയപ്പോൾ വലിയ ആഘോഷം. ഞാൻ രാത്രി വിളിച്ച് കുമ്മനൻ രാജേട്ടനെ വിളിച്ച് പറഞ്ഞു, എന്താ രാജേട്ടാ, ഇത് ഒരു സ്റ്റേ ഓർഡർ അല്ലേ, നാളെ അത് വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? പുള്ളി പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും മോഹൻദാസ്, ആളൊക്കെ കൂടിയിട്ട് എന്നെ പിടിച്ചങ്ങ് പോകും, എനിക്കത് വേണ്ടെന്ന് പറയാൻ പറ്റുമോ അത്രയും വലിയ ആൾക്കൂട്ടത്തിൽ? അതല്ല, ഇതൊരു സ്റ്റേ ഓർഡറാണ്, നിങ്ങളിങ്ങനെ ആഘോഷിക്കരുത് എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ പിച്ച് കീറും. ആഹാ, താൻ ഇതിൻ്റെ മുമ്പ് നിന്നിട്ട് താൻ തന്നെ ഇതിന് തളർന്ന് ഇങ്ങനെയൊക്കെ ആകും പ്രശ്നം. ഞാൻ ഒന്നും വേണ്ടിയില്ല. ആദ്യം എല്ലാവരും കൂടെ എടുത്ത് പൊക്കുക, ഇങ്ങനെ ആകാശത്തേക്ക് എറിഞ്ഞിട്ട് പിന്നെ പിടിക്കുകയൊക്കെയാണ്. വയസ്സുകാലത്ത് വല്ലതും നടപടിയോ വല്ലതും ചെയ്താൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ശരീരത്തിന് ഒരു കുഴപ്പമില്ല, തൽക്കാലം കുറച്ച് ഇതാണ് ഈ സ്റ്റേ. അവസാനം എന്തായി, 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഗ്രീൻ ട്രിബ്യൂണൽ സ്റ്റേ വെക്കേറ്റ് ചെയ്തു. കേന്ദ്ര സർക്കാർ അനുമതി കൊടുക്കാഞ്ഞത് കൊണ്ട് മാത്രം നിന്ന് പോയൊരു സാധനമാണ് ആറന്മുള വിമാനത്താവളം. അല്ലാതെ നിയമപരമായിട്ട് അതിന് തടസ്സം ഉണ്ടായിരുന്നില്ല. പോളിസി കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഇവരെടുപ്പിച്ചു. കുമ്മനമൊക്കെ അതിനുവേണ്ടി ഒരുപാട് ക്യാമ്പയിൻ ചെയ്തിട്ട് പോളിസി വാസ് ടേക്കൺ അഗെയിൻ. ദാറ്റ് വാസ് ടേക്കൺ ബൈ പ്രകാശ് ജാവ്ദേക്കർ. അദ്ദേഹമാണ് അന്ന് എൻവയോൺമെൻറ്റൽ മിനിസ്റ്റർ. എനിവേ, അതാണ് ഈ സ്റ്റേ ഓർഡർ ആഘോഷിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. എൻ്റെ ഒരു FIR-ൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അന്ന് വലിയ ആഘോഷം നടത്താനൊക്കെ പോയി. ഞാൻ പറഞ്ഞു, മിണ്ടരുത്, പുറത്ത് പറയണ്ട. അവസാനം ഇതൊരു 3 മാസം 4 മാസം കഴിഞ്ഞപ്പോൾ നമ്മളുടെ ജസ്റ്റിസ് കെമാൽ പാഷയുടെ ബെഞ്ചിൽ വന്നു. കെമാൽ പാഷയുടെ ഒരു സ്വഭാവമുണ്ടല്ലോ, അദ്ദേഹം കയ്യിൽ നിവൃത്തിയുണ്ടെങ്കിൽ ശിക്ഷിക്കും. ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ പുള്ളി വെറുതെ വിടുകയുള്ളൂ. പുള്ളി ഈ സ്റ്റേ അങ്ങ് ലിഫ്റ്റ് ചെയ്തു. സ്റ്റേ ലിഫ്റ്റ് ചെയ്ത് പോലീസിനോട് പ്രൊസീഡ് ചെയ്തോളാൻ പറഞ്ഞു. എനിവേ, ദാറ്റ് ഇസ് അനദർ സ്റ്റോറി. ഇതാണ് ഈ സ്റ്റേ ആഘോഷിച്ചാലുള്ള പ്രശ്നം. അതേസമയം ചില സ്റ്റേകൾ പെർമനൻ്റായിട്ട് കിടക്കാറുണ്ട്. ഇപ്പോൾ രാമസേതു ഡിമോളിഷ് ചെയ്യാനുള്ള തീരുമാനം അത് സുപ്രീം കോടതിയുടെ സ്റ്റേയിൽ കിടക്കുകയാണ്. ഇപ്പോഴും സ്റ്റേയിൽ കിടക്കുകയാണ്. CBIയുടെ എക്സിസ്റ്റൻസ് ബിയോണ്ട് ഡൽഹി
അത് ഒരു സ്റ്റേയുടെ ഒരു നൂലിൻ്റെ പുറത്ത് ആണ് CBI തൂങ്ങിക്കിടക്കുന്നത്. ഗുവാഹത്തി ഹൈക്കോടതി പറഞ്ഞു CBIക്ക് ഡൽഹിക്ക് പുറത്ത് യാതൊരു അവകാശവും ഇല്ല എന്ന് വിധിച്ചു. ഡൽഹി പോലീസ് ആ ആക്ട് വിധി ഉണ്ടാക്കിയതാണല്ലോ. അതെ, അത് ഡൽഹിയിൽ മാത്രം കളിച്ചാൽ മതി, നിങ്ങൾ അതിന് പുറത്ത് പോകണ്ട. ആ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. അപ്പോൾ എന്തായി, പഴയപടിയായി. ആ സ്റ്റേ ഓർഡറിൻ്റെ ബലത്തിലാണ് ഇപ്പോഴും CBI പ്രവർത്തിക്കുന്നത്. എന്ന് സുപ്രീം കോടതി ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നോ CBIയുടെ കഥ കഴിയും. പക്ഷെ അത് ചെയ്യില്ല, കാരണം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാകും അതിന്. അപ്പോൾ ഈ സ്റ്റേ ഓർഡർ എന്നൊക്കെ പറയുന്നത് ഇതുപോലെയാണ്. ഇൻറ്ററിം ബെയിൽ ഇതിലും കഷ്ടമായ ഒരു കാര്യമാണ്. ഇൻറ്ററിം ബെയിൽ ക്യാൻ ബി ക്യാൻസൽഡ് അറ്റ് എനി ടൈം. ഈ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, സുപ്രീം കോടതിക്ക് ദേഷ്യം വന്നെന്ന് വെച്ചു ഇയാളുടെ കളി കൂടുന്നുണ്ടെന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ കക്ഷിയെ വിളിച്ചിട്ട് സറണ്ടർ ആവാൻ പറയും. ഇൻറ്ററിം ബെയിൽ ടോട്ടലി അവരുടെ ഡിസ്ക്രിപ്ഷനല്ലേ, ഇയാൾ ചോദിക്കാതെ തന്നെ അവർ കൊടുത്തിരിക്കുകയാണ്. കൊടുത്ത സാധനം തിരിച്ചെടുക്കാനും അവർക്ക് അവകാശമുണ്ട്, അത് സ്വമേധയാ ചെയ്യാനും അവർക്ക് അവകാശമുണ്ട്. സോ ദേ വെയർ ഗ്രേഷ്യസ് ഇനഫ് ടു ഗോ യു ഔട്ട് ഈവൻ ദോ യു ഇൻസിസ്റ്റഡ് ദാറ്റ് ഇല്ല ഞാനകത്ത് തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞു. വേണ്ട ഇനി ജനാധിപത്യം തകർന്നു എന്നുള്ളതാണല്ലോ അവരുടെ പോയിന്റ്. ജനാധിപത്യം തകർന്നിട്ടില്ല, നീ ഒന്ന് പോയി പ്രസംഗിച്ചിട്ട് വാ, നമുക്ക് കാണാം. EDയോടും കേന്ദ്ര സർക്കാരിനോടും പറഞ്ഞു അയാളൊന്നും പ്രസംഗിക്കട്ടോ, നിങ്ങൾ ബഹളം വയ്ക്കാതെ, ഞങ്ങൾ മെറിറ്റിലേക്കൊന്നും കടന്നിട്ടില്ലല്ലോ. സോ ഡോണ്ട് വറി, ലെറ്റ് ഹിം ഗോ ആൻഡ് സ്പീക്ക് വാട്ട് എവർ ഹി വാണ്ട്സ്, എക്സെപ്റ്റ് കേസും പാടില്ല, സർക്കാർ ഫയലുകളും കാണാൻ പാടില്ല. അങ്ങനെയാണ് അത് തീർന്നിരിക്കുന്നത്. കെജ്രിവാൾ 2-ാം തീയതി വരെ പ്രസംഗിക്കട്ടെ. നമുക്ക് 2-ാം തീയതി വരെയല്ല, 1-ാം തീയതി വരെ. 2-ാം തീയതി രാവിലെ ജയിലിൽ ഹാജരായിക്കൊള്ളണം മര്യാദയ്ക്ക്. അല്ല, ഇലക്ഷൻ്റെ തലേന്ന് പറ്റില്ലല്ലോ. പറ്റില്ല. 1-ാം തീയതി വൈകുന്നേരം കൊണ്ട് ഇങ്ങരുടെ കഥ കഴിഞ്ഞു. 1-ാം തീയതി രാത്രി 10 മണി വരെ ക്യാമ്പയിൻ ടൈം. ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇനി ഇതുപോലെ വർത്തമാനം പറയാൻ എന്തെങ്കിലും പ്രസംഗത്തിൻ്റെ ഒരു ശകലം കിട്ടുമായിരിക്കും. നോക്കിയിരിക്കാം. അത് ദിവസം എന്തെങ്കിലും മാറ്റർ. ഇനി കേജ്രിവാൾ ഒന്നും പറഞ്ഞില്ലെങ്കിലും കേരള മാധ്യമങ്ങൾ നമുക്ക് വിഷയം ഉണ്ടാക്കിത്തരും. കേരള മാധ്യമങ്ങളും അവരുടെ വൈതാളികന്മാരായ കുറേ നിരീക്ഷകന്മാരുണ്ട്. അവരുമൊക്കെ എന്തൊക്കെയോ പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. ചാനലിൽ വോട്ടെണ്ണി കഴിഞ്ഞു ചേച്ചി. ഇന്ത്യ മുന്നണി ജയിച്ചു. എനിക്ക് തോന്നുന്നത് ജനൻ TV ഒഴിച്ച് ബാക്കി എല്ലാവരും ഇന്ത്യ മുന്നണിയെ ജയിപ്പിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ 4-ാം തീയതി ആ പെട്ടി വാരാണസിയിൽ മോദി തോക്കുമെന്ന് വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതല്ലേ, അത് ഞാൻ കണ്ടില്ല. വെറുതെ NDA തോക്കുന്നൊന്നുമല്ല, BJP തോൽക്കുന്നൊന്നുമല്ല. വാരാണസിയിൽ മോദി തോറ്റ് കെട്ടിവെച്ച കാശുമില്ലാതെ പുള്ളി വാരാണസിയിൽ നിന്ന് തന്നെ റോക്കറ്റിൽ ശൂന്യാകാശത്തേക്ക് പോകും, തലപുറത്ത് കാണിക്കില്ല. ഏതായാലും 4-ാം തീയതി ഈ മുഖങ്ങളൊക്കെ കാണേണ്ടി വരുമല്ലോ, ദൈവമേ. അത് കാണും. ഇനി നേരെ തിരിച്ച് നമ്മുടെ മുഖമാണ് അവർക്ക് കാണേണ്ടതെങ്കിൽ അത് ഐ എം പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യൻ വോട്ടർമാരുടെ അൺപ്രഡിക്റ്റബിലിറ്റി ഏകദേശം 1965 മുതൽ മാറി നിന്ന് വീക്ഷിക്കുന്നവനാണ് ഞാൻ. എൻ്റെ മേത്തിടിഞ്ഞു വീഴരുതല്ലോ. ഏതായാലും 4-ാം തീയതി രാവിലെ മുതൽ നമ്മളിവിടെ വർത്താനം പറയാനുണ്ടാവും. കുളിച്ചുകൊണ്ട് താമസിച്ചു. അതെ, വൈകുന്നേരം വരെ നമ്മൾ നിരന്തരം സംസാരിക്കും. പ്രേക്ഷകർ കൂടെ ഉണ്ടായാൽ മതി. ശരി.